കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയൊരു പ്രസ്താവന വിവാദമാക്കി മാറ്റിയിരിക്കുകയാണ്. വിവാദമായി എന്നല്ല ഞാൻ പറയുന്നത്, വിവാദമാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ്. കേട്ടപ്പോൾ നമുക്കൊരു അസ്വാഭാവികത തോന്നിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ. പക്ഷേ പിന്നീട് ആ പ്രസംഗം കേട്ടപ്പോൾ അതിനകത്ത് കുഴപ്പം ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പം ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഓർമ്മയിൽ സാറിനൊരു പക്ഷേ എന്നെക്കാളുമൊക്കെ മുമ്പേ മാധ്യമപ്രവർത്തനം തുടങ്ങിയ ഏറ്റവും സീനിയർ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് സാറിൻ്റെ ഓർമ്മയിൽ ചിലപ്പോൾ വ്യത്യസ്തമായ അനുഭവം ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ധാരണ കേരളത്തിൽ പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്ത സവർണനായ ഒരു മന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനായിരുന്നു എന്ന് തോന്നുന്നു. കരുണാകരനല്ലാതെ ഒരാളും SC/ST വകുപ്പ് കൈകാര്യം ചെയ്തിട്ടില്ല. എക്കാലത്തും SC/ST വകുപ്പ് പട്ടികജാതിക്കാരൻ തന്നെ ചെയ്യണം, എക്സൈസ് വകുപ്പ് ഈഴവർ തന്നെ കൈകാര്യം ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കീഴ്വഴക്കം പോലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ പട്ടികജാതി ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി കരുണാകരൻ കൈകാര്യം ചെയ്തിരുന്ന കാലമാണ് ഒരുപക്ഷെ ഏറ്റവും നന്നായി ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പരിഗണിച്ചിരുന്നത് എന്നുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ സുരേഷ് ഗോപി ഇത് തന്നെയല്ലേ പറഞ്ഞത്? കാരണം ജാതീയമായ അടിച്ചമർത്തലിന് മേൽജാതിക്കാർ വിധേയരാക്കിയ ഒരു ജനവിഭാഗത്തെ ഒരു പ്രായശ്ചിത്തം പോലെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം സവർണ ജാതിക്കാർക്കുണ്ട്. അതവർ ചരിത്രപരമായി നിർവഹിക്കണം. അതിന് ആ വകുപ്പ് കൈകാര്യം ചെയ്താൽ കൊള്ളാമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതിനെ എന്തിനാണ് ഇങ്ങനെ വലിയ വിവാദമാക്കി മാറ്റുന്നത്? അതിൽ വേറൊരു വശവും കൂടി ഉണ്ടല്ലോ. സുരേഷ് ഗോപി പറഞ്ഞതിൻ്റെ അകത്ത് മറ്റേ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതായത് ഗോത്രവർഗ്ഗങ്ങൾ, പട്ടികജാതി വർഗ വിഭാഗക്കാർ പ്രധാനപ്പെട്ട വകുപ്പുകളും കൈകാര്യം ചെയ്യണം. അതെ എന്ന അടുത്ത വാചകവും ഉണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ ഓർക്കുന്നത് ഏതെങ്കിലും ഒരു SC/ST MLA ആയിട്ട് ജയിച്ചാൽ അവന് SC/ST വകുപ്പേ കൊടുക്കുള്ളൂ. അതേ കൊടുക്കുള്ളൂ. ഞാനിപ്പോൾ ഓർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിയമസഭാവലോകനം മലയാള മനോരമയ്ക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് സുശീല ഗോപാലൻ വ്യവസായ മന്ത്രി, K. രാധാകൃഷ്ണൻ പട്ടികജാതി ക്ഷേമ മന്ത്രി. ഈ സുനിൽ പറഞ്ഞ പോലെ അത്തരം ആളുകൾക്ക് പട്ടികജാതി ക്ഷേമല്ലേ കൊടുക്കുള്ളൂ. അതെ. പക്ഷെ നിയമസഭാ കഴിഞ്ഞ ഇപ്പോഴത്തെ പിണറായി സർക്കാരിൽ തന്നെ ഏറ്റവും കഴിവുള്ള ഒരാളായിരുന്നു K. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് ജനറൽ വകുപ്പ് കൊടുത്തില്ല. അദ്ദേഹത്തിന് കൊടുത്ത കാറിന്റെ കാര്യത്തിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അദ്ദേഹം സീനിയറായ മന്ത്രിയായിട്ടും ഒക്കെ ശരിക്കും 2ാം സ്ഥാനത്ത് വരുന്ന മന്ത്രിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പും കൊടുത്തില്ല. ഈ വണ്ടിയുടെ കാര്യത്തിലും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ എഴുതുമ്പോൾ ഈ ഇവരുടെ പെർഫോമൻസ് നിയമസഭയിൽ വളരെ മോശമായിരുന്നു. സുശീല ഗോപാലിൻ്റെ ഒന്നാമത് അവർക്ക് അനാരോഗ്യം ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നന്നായിട്ട് പഠിച്ചിട്ടൊന്നുമല്ല വരിക. പക്ഷെ ഒരു ചോദ്യത്തിന് ഒരുപാട് നേരം ഉത്തരം പറയുകയും ചെയ്യും, ഒരുപാട് സമയമെടുക്കും. രാധാകൃഷ്ണൻ കാര്യമാത്ര പ്രസക്തമായിട്ടാണ് സംസാരിക്കുക. ഒരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി പറയും. അതധികം സമയമൊന്നും എടുക്കില്ല. ഈ രാധാകൃഷ്ണനെ കണ്ടു പഠിക്കണം സുശീല ഗോപാലൻ എന്ന് ഞാൻ ആ കാലത്ത് എഴുതിയിട്ടുണ്ട്. ഇതൊരു വാസ്തവമാണ്. കാരണം അത്തരം ആളുകൾക്ക് നല്ല വകുപ്പുകൾ കൊടുക്കാമല്ലോ. ഇത് സുരേഷ് ഗോപി ചോദിച്ചിട്ടുണ്ട് പ്രസംഗത്തിന്റെ 2ാം ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ പട്ടികജാതി വർഗക്കാർക്ക് വലിയ വകുപ്പുകളും കൊടുക്കാമല്ലോ. ഇപ്പം ഞാൻ ഓർക്കുന്ന വേറൊരു കാര്യം, ഡോക്ടർ D. ബാബു പോളിൻ്റെ കഥ ഇതുവരെ എന്ന് പറഞ്ഞ ആത്മകഥ. അദ്ദേഹം പോർട്ട് ട്രസ്റ്റ് ചെയർമാനായിരുന്നല്ലോ ഇവിടെ. പോർട്ട് ആശുപത്രിയിൽ ഡോക്ടറുമായിരുന്നു MA കുട്ടപ്പൻ. രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് മല്ലപ്പള്ളിക്കാരനാണ് കുട്ടപ്പൻ. ഡോക്ടർ MA കുട്ടപ്പനും പട്ടികജാതി വകുപ്പ് മന്ത്രിയായിരുന്നു. അതെ, ഡോക്ടറായിരുന്നു, ആരോഗ്യ വകുപ്പ് മന്ത്രി ആക്കിയില്ല. അദ്ദേഹം മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MD ഒക്കെ ചെയ്ത ആളാണ്. ഈ കുട്ടപ്പനെ ഒരു ഘട്ടത്തിൽ ഞാൻ ഡിഫെൻഡ് ചെയ്യുകയും അത് കഴിഞ്ഞ് കുട്ടപ്പൻ ഓഫീസിൽ വന്ന് എന്നെ കാണുകയൊക്കെ ചെയ്തു. കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചല്ല അങ്ങനെ ആളുകൾ പ്രതിരോധിക്കുന്നൊക്കെ ഉള്ളത്. കുട്ടപ്പൻ്റെ കാര്യത്തിൽ ബാബു പോൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന് ധനവകുപ്പോ വ്യവസായമോ കൊടുക്കാതിരുന്നത് മോശമായിപ്പോയി എന്നാണ് ബാബു പോളിൻ്റെ ആത്മകഥയിൽ. ഈ ബാബു പോൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്? വേറൊരു തരത്തിൽ അവർക്കും വലിയ വകുപ്പുകൾ കൊടുക്കണം എന്നാണല്ലോ. ഇപ്പോൾ ഈ മറ്റേ സെക്കുലറിസ്റ്റുകളാണല്ലോ സുരേഷ് ഗോപിയെ വിമർശിക്കുന്നത്. സെക്കുലറിസ്റ്റുകൾ പറയട്ടെ, പട്ടികജാതി വർഗക്കാർക്ക് KK ബാലകൃഷ്ണനോ K. രാധാകൃഷ്ണനോ ആരെങ്കിലും ആകട്ടെ, വെള്ള ഈച്ചരനോ, ഇവർക്ക് കൊടുക്കുന്ന വകുപ്പുകളൊക്കെ പട്ടികജാതി ക്ഷേമമല്ലേ? എന്തുകൊണ്ട് പ്രധാനപ്പെട്ട പൊതുവകുപ്പുകൾ കൊടുത്തില്ല?
ആ കാര്യം കൂടി സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിന്റെ രണ്ടാം ഭാഗത്തുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം ഈ ന്യൂസ് മേക്കർ സംവാദത്തിൽ പറയുന്നുണ്ടായിരുന്നു, വായനയുടെ കാര്യം ചോദിക്കുമ്പോൾ 1983 ശേഷം ഞാൻ ഒന്നും വായിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. കാരണം അലിയായിരുന്നു, ചാൻസ് ചോദിച്ചു നോക്കിയാണ് തുടക്കം, പിന്നെ ഇത് പിടിച്ചു നിർത്തുക, ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതാണ്. സുരേഷ് ഗോപി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. സുരേഷ് ഗോപി പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപി പ്ലേറ്റ് മാറ്റിയെന്നായി ചാനലുകൾ. അദ്ദേഹം പ്ലേറ്റ് ഒന്നും മാറ്റിയില്ല, അദ്ദേഹം പറഞ്ഞത് ഹൃദയത്തിൽ നിന്ന് വന്നതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നു. അല്ല, അതിനകത്ത് വേണമെങ്കിൽ ഒരു ആക്ഷേപം പറയാമെന്നുള്ളത് പുള്ളി ഉന്നത കുലജാതി അത് മാറ്റിയിട്ട് സവർണ ജാതി, ഉയർന്ന ജാതി എന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനം ഉണ്ടാവുമായിരുന്നു. അതാണ് ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം പൊളിറ്റിക്കലി കറക്റ്റ് ആകാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒന്നും വായിക്കില്ലെന്ന്. ഞാനിപ്പോൾ നമ്മൾ ഉന്നത കുലജാതർ എന്നൊക്കെ ഉള്ളത് വായിച്ചിട്ടുണ്ട് ഞാൻ കുട്ടിക്കാലത്ത് പല ലേഖനങ്ങളിലും. വരേണ്യർ എന്നൊക്കെ ഇപ്പോഴും പ്രയോഗിക്കും. CPM എന്നുള്ള പാർട്ടി തന്നെ വരേണ്യർ എന്ന വാക്കിനെ ആധാരമാക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. വരേണ്യ വർഗത്തിനെതിരെയുള്ള പോരാട്ടമാണല്ലോ ജന്മികൾക്കൊക്കെ എതിരെ. ഞാൻ ആ കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴോ മറ്റോ ഈ പിഷാരടിയോ മറ്റോ ആയിരുന്നു വനിതയുടെ എഡിറ്റർ എന്ന് തോന്നുന്നു. ആ കാലത്ത് KPS മേനോനെ ഭാര്യയും പറ്റിയിട്ട് പരമ്പര ഒരെണ്ണം വനിതയിൽ വരുന്നുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു വാക്ക് മലയാളത്തിൽ കേൾക്കുന്നത്, സ്വർഗജാതർ. ഓ, അങ്ങനെ ഒരു വാക്കുണ്ടോ? അതെന്താ മീൻ ചെയ്യുന്നത്? സ്വർഗത്തിൽ ജനിച്ചപ്പോൾ തന്നെ സ്വർഗത്തിലെ സ്വർഗീയമായ വായിൽ വെള്ളിക്കരണ്ടി എന്നൊക്കെ പറയുന്ന പോലെ ഉന്നത കുലജാതരുടെയൊക്കെ മുകളിലുള്ള ഒരു സാധനമാണത്. സ്വർഗജാതനായ ഭർത്താവിനൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഓർമ്മകളെ ഇങ്ങനെ. അപ്പൊ ഈ വച്ച് കാച്ചൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. ഉന്നത കുലജാതർ എന്ന് സുരേഷ് ഗോപി വായിച്ച് പരിചയമുള്ള കാലത്തൊക്കെ ധാരാളമായിട്ട് ലേഖനത്തിൽ ഇത്തരം ആളുകളെ പറ്റി വരേണ്യരെ പറ്റി സുരേഷ് ഗോപി ഇത് ആത്മാർത്ഥമായി പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ വയനാട്ടിലും ഇടുക്കിയിലെ എടമലക്കുടിയിലും ഉൾപ്പെടെയുള്ള ആദിവാസികൾക്ക് വേണ്ടി സ്വന്തം പണം കൊണ്ട് വാട്ടർ ടാങ്ക്, സാനിറ്ററി സൗകര്യങ്ങൾ, അവർക്ക് ഫൈബർ വള്ളങ്ങൾ മേടിച്ചു കൊടുത്തു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പണം കൊണ്ട്. അദ്ദേഹം മന്ത്രിയൊക്കെ ആകുന്നതിന് മുമ്പ് അവിടെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു സുരേഷ് ഗോപിയെ കണ്ടിട്ടുണ്ട്. അധസ്ഥിത ജനവിഭാഗങ്ങളോട് അദ്ദേഹത്തിന് വല്ലാത്തൊരു അടുപ്പവും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ധാരണയുണ്ടായിരുന്നു. ആ ധാരണയനുസരിച്ച് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ ഒരു ഡീമെറിറ്റ്സ് ഇവർ കാണുന്നത്, ഒന്ന്, അദ്ദേഹം BJP കാരനായി. രണ്ട്, അദ്ദേഹം വിജയിയായിരുന്ന മലയാളത്തിൽ 2 സിനിമാ ചക്രവർത്തിമാർക്ക് മാത്രമേ കസേരകളുള്ളൂ എന്ന് കരുതിയ കാലത്ത് സ്വന്തം അധ്വാനം കൊണ്ട് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്ന് മൂന്നാമതൊരു സൂപ്പർ സ്റ്റാർ പട്ടത്തിലേക്ക് കയറിയ ആളാണ് സുരേഷ് ഗോപി. അതിൻ്റെ ഈർഷ്യമുള്ളവരുണ്ട്. പിന്നെ അദ്ദേഹം നിർഭാഗ്യവശാൽ ഒരു സവർണ ജാതിയിൽ പിറന്ന ആളായിപ്പോയി. അതും ഒരു പ്രശ്നമാണ്. സുരേഷ് ഗോപി മുമ്പൊരിക്കൽ പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹം അതിൻ്റെ സെൻസിൽ അത് സവർണ അയാളുടെ ഉള്ളിലെ ജാതിബോധമാണ് എന്ന് പുള്ളി ഉദ്ദേശിച്ചത് നിർബന്ധമായി ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ദൈവത്തെ അകന്നു നിന്ന് കാണാനേ പറ്റുള്ളൂ. അത് ബ്രാഹ്മണനാണെങ്കിൽ ആ ദൈവത്തെ തൊടാമല്ലോ എന്ന് പറഞ്ഞൊരു നിഷ്കളങ്കമായൊരു കമൻ്റാണ്. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ച് ഇന്ത്യയിൽ ബ്രാഹ്മണ മേധാവിത്യം കൊണ്ടുവരാനുള്ള ബ്രാഹ്മണിക്കൽ ഹെജിമണി മുഴക്കിയതാണ് സുരേഷ് ഗോപി എന്നുള്ള വ്യാഖ്യാനം. സത്യത്തിൽ ഈ അയ്യപ്പനോടുള്ള വലിയ സ്നേഹം കാണിച്ചതാണ് കൊണ്ട് പറയുന്നതാണ്. കാരണം അയ്യപ്പൻ എനിക്ക് അത്ര അടുത്ത് നിന്ന് കാണാമല്ലോ എന്ന് പറയുന്നതാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഭക്തൻ പറയുന്നതായിരുന്നു. എനിക്ക് ഒരു നിലവിളി അയ്യപ്പന്റെ വിഗ്രഹത്തിലൊന്നും തൊടണം, അത്രയല്ലേ ഉദ്ദേശിച്ചുള്ളൂ. അതെ, അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് ശബരിമലയെ പറ്റിയൊക്കെ പറയുമ്പോഴാണ് അന്ന് പറഞ്ഞത്. അദ്ദേഹം അതൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം എടുത്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ പ്രസംഗം മുഴുവൻ കേട്ടാൽ അതിന്റെ സെൻസ് മനസ്സിലാവും. ഇപ്പൊ ഇന്നലെ തന്നെ വേറൊരു പ്രസംഗം, ആ പ്രസംഗം ഒന്ന് നമുക്ക് ഇന്ന് കേൾപ്പിക്കാം. ആ വീഡിയോ ഇതിൻ്റെ കൂടെ കാണിക്കാം. മുഴുവൻ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. ഇന്നലെ തന്നെ വേറൊരാളുടെ പത്രസമ്മേളനം ഞാൻ കണ്ടതാണ്, MV ജയരാജൻ്റെ. MV ജയരാജൻ ആ പത്രസമ്മേളനത്തിന് അവസാനം പറയുകയാണ്, PP ദിവ്യ ഏറ്റവും അവസാനം പറഞ്ഞ വാചകങ്ങളാണ് മറ്റേ ADM-നെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇതാണ് വാചകം. അത് ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ നടപടി എടുത്തു.
പി ദിവ്യ അവസാനം പറഞ്ഞ വാചകങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിന് നിവിൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു കൺഫെഷനാണത്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ദിവസത്തിനകം ഞാൻ കുറേ കാര്യങ്ങൾ പുറത്തു വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് സംഗതി പുലിവാലാണെന്ന് മനസ്സിലായിട്ട് ജയരാജൻ ഇത് തിരുത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജയരാജൻ ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് ചർച്ചയായില്ല? അതുമാത്രമല്ല, ഇന്നലെ ഈ സുരേഷ് ഗോപിയുടെ പേരിൽ ഈ മാധ്യമങ്ങൾ ഈ വിവാദം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് ഇല്ലാത്ത വ്യാഖ്യാനം നൽകി ഇത് കൊണ്ടാടുമ്പോൾ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായിരുന്നു. 2 നടന്മാർക്കെതിരെ വീണ്ടും FIR വന്നു. മുകേഷിനും മണിയൻ പിള്ള രാജു അത് വാർത്തയേ ആയില്ല. വാർത്തയേ അല്ലായിരുന്നു. രാജിവെക്കണം എന്നുള്ള പറച്ചിലില്ല. അതിലൊരാൾ സിറ്റിംഗ് MLA ആണ്, അതെ, ഭരണകക്ഷിയുടെ MLA ആണ്, അതെ, സെക്കുലർ പാർട്ടിയുടെ MLA ആണ്, മതേതര പാർട്ടിയുടെ MLA ആണ്. അതെ, CPM-ന്റെ അകത്തും PK ശ്രീമതിയും പ്രതിഭയും KK ശൈലജയൊക്കെ ഇല്ലേ? ഇവർക്ക് അഭിപ്രായമൊന്നുമില്ല ഇതിനെപ്പറ്റി പറയാൻ. അവരുടെ മറ്റേ ഇത് അളക്കുന്ന യന്ത്രം ബാറ്ററി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലാണ് ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ടിരുന്നത്. ഇനി മലയാള മനോരമയുടെ ന്യൂസ് മേക്കറായിട്ട് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടതില്ലേ, ഈ ചാനലിന് വല്ല വിരോധം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. സുരേഷ് ഗോപി 2ഉം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. മറ്റേ ഗോത്ര വിഭാഗക്കാർക്ക് വലിയ വകുപ്പുകൾ കൊടുക്കണം. അത് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആലോചിക്കേണ്ട കാര്യമില്ലേ? വീണ്ടും വിചാരം വേണ്ടേ? തീർച്ചയായും. ഒരു കാലത്ത് അവർ ചെയ്തിട്ടില്ല. ഇത് CPM ഒരിക്കലും ചെയ്തിട്ടില്ല. കോൺഗ്രസ് കരുണാകരൻ തന്നെ അവർക്ക് നന്മ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത് കൊണ്ടു നടന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഹരിപുര സമ്മേളനം പോലുള്ള പല സമ്മേളനങ്ങളും പങ്കെടുത്തിട്ടുള്ള ആളാണ് ഈ കരുണാകരൻ. അപ്പോൾ അയിത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഇതൊക്കെ കോൺഗ്രസിന്റെ പ്രോഗ്രാം, ഗാന്ധിയുടെ കാലത്തുള്ള ആളല്ലേ, ഇതൊക്കെ പ്രോഗ്രാമാണെന്ന് കരുണാകരൻ അറിയാം. അതുകൊണ്ട് അദ്ദേഹം കയ്യിൽ വെച്ചതാണത്, നിർബന്ധമായിട്ടും കയ്യിൽ വെച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കും. ഇനി നമുക്ക് വേറൊരു വശം നോക്കാം. എല്ലാം നടപ്പാക്കേണ്ടത് പല ജാതിക്കാരൊക്കെ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണല്ലോ. അതെ, മന്ത്രി പറയുന്നു മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് സുരേഷ് ഗോപി പറയുന്നത് പോലത്തെ ഒരാളാണെങ്കിൽ ആജ്ഞാപിക്കാനും നടത്തിക്കാനും കഴിയുമല്ലോ. അതെ അതെ, അങ്ങനെ ഒരു വശം കൂടി എൻ്റെ അകത്തില്ലേ? ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞത് ചെയ്യിക്കാനും കഴിയുമല്ലോ. അത് മാത്രമല്ല, ഈ പെട്രോളിയം പോലെയുള്ള ഗുണമുള്ള ചില വകുപ്പുകൾ അത് വേണ്ട, എനിക്ക് പട്ടികജാതി വകുപ്പ് മതി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ അപൂർവമാണ്. അങ്ങനെ പല ആളുകൾ, ഇപ്പോൾ ഉള്ളൂർ S പരമേശ്വരയ്യർ, അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും ഈ ഹരിജൻ കോളനികളിലാണ് ചെലവഴിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആഗ്രഹമുള്ളവരും എല്ലാവർക്കും ഉന്നമനം സമൂഹത്തിൽ ഉണ്ടാകണം, അങ്ങനെ അവരും കൂടി നന്നാകണം എന്ന് സുരേഷ് ഗോപി ആഗ്രഹിച്ചു പോയത് പൊറുക്കാനാവാത്ത തെറ്റ്. അല്ല, നമ്മൾ ആദ്യം കേട്ടപ്പോൾ ഈ വാർത്തകൾ കണ്ടപ്പോൾ എനിക്കുൾപ്പെടെ തുറന്നു പറയാമല്ലോ, ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്. എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്ന് തോന്നി. പിന്നീട് ആ പ്രസംഗത്തിൻ്റെ ഫുൾ ടെക്സ്റ്റ് ചാനലുകൾ കാണിക്കുന്നില്ല. പിന്നീട് നമ്മളത് തേടിപ്പിടിച്ച് കണ്ടപ്പോഴാണ് സുരേഷ് ഗോപി പറഞ്ഞത് 100% ജനുവിനായ യാഥാർത്ഥ്യമാണ്. അതാണ് ശരിക്കും ഈ അധസ്ഥിത ജനവിഭാഗങ്ങളോട് നീതി കാണിക്കാൻ നടപ്പാക്കേണ്ടത്. അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു മുന്നോക്ക സമുദായത്തിലെ മന്ത്രി തന്നെ ഒരു പ്രായശ്ചിത്തം പോലെ വരണം. മാത്രമല്ല, പിന്നാക്ക SC/ST വിഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർക്ക് മെച്ചപ്പെട്ട വകുപ്പുകൾ കൊടുക്കുകയും വേണം. അവരെ അവരുടെ ഈ വകുപ്പുകളിൽ ഒതുക്കി ഇടുക എന്ന് പറഞ്ഞ പണ്ട് അംബേദ്കർ കോളനി ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അംബേദ്കർ കോളനിയിൽ SC/ST കൊണ്ട് താമസിപ്പിക്കും. ബാക്കിയുള്ളവർ ഒരു ഭ്രഷ്ടാണ്, പിന്നെ അങ്ങോട്ട് പോകത്തില്ല. ഹരിജൻ കോളനി അല്ലേ, അങ്ങനത്തെ ആഭാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിയല്ലോ. അതെ, നമ്മളിപ്പോ ഈ പറഞ്ഞ കഥകളിൽ നിന്ന് പുരോഗമന പാർട്ടികൾ പോലും ഒട്ടും വ്യത്യസ്തരല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് BJP. എന്താന്ന് വെച്ചാൽ ഈ മോദിയുടെ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി തുടങ്ങി അർജുൻ റാം മെഗ്വാൾ തുടങ്ങിയ മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, 67% മന്ത്രിമാര് OBC SC/ST. അതെ അതെ, ഈ മന്ത്രിസഭയിൽ. ഇതൊന്നും ബ്രാഹ്മണിക്കൽ ഹെജുമണി അല്ല, ബ്രാഹ്മണന്മാരും അല്ലേ ഇതിൻ്റെ അകത്ത്. ഇതുപോലെ വേറൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഗോത്രവർഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതിയും OBC വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രിയായിട്ട്. എന്നിട്ടാണ് ഈ BJPയെ ഇങ്ങനെ പരിഹസിക്കുന്നത്. 67% മന്ത്രിമാരും ഈ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരാണെങ്കിൽ നവീൻ പട്നായിക്കിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളാണ് ഈ മുർമു, ദ്രൗപദി മുർമു. ഒഡിയ ഭാഷയല്ല, അത് കഴിഞ്ഞ ദിവസം മോദിക്ക് തെറ്റുപറ്റിയതാണ്. ഇവരുടെ ഭാഷ സാന്താളി എന്ന് പറഞ്ഞ ആദിവാസി ഭാഷയാണ്. അതിൽ പിന്നീട് ലിപിയൊക്കെ ഉണ്ടായി. അപ്പോൾ
അത് ഈ ഇങ്ങനെയുള്ള വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്ത് സംസാരിക്കുന്ന ഭാഷകളിലൊന്നാണത്. അതിൽ ലിപിയൊക്കെ ഉണ്ടായി. ഇങ്ങനത്തെ ആളുകളെ മുഴുവൻ മുകളിലേക്ക് കൊണ്ടുവരികയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവരെ അടിച്ചമർത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകളുടെയും സെക്യുലറിസ്റ്റുകളുടെയും പരിപാടി. ആകെ ജഗ്ജീവൻ റാമിനെ എടുത്തു വെച്ചിട്ടല്ലേ കോൺഗ്രസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഞങ്ങൾ ദളിതുകളുടെ കൂടെയാണെന്ന് പറഞ്ഞ്. ഈ കാപട്യത്തിന് പൊളിച്ചു BJP. അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഇവരുടെ മുഴുവൻ വോട്ട് മറ്റേ BJP നേടുന്നു. ഇഷ്ടപ്പെടുന്നില്ല. ഈ കാപട്യമൊക്കെ നാട്ടുകാരും മനസ്സിലായി. ചാനലുകൾക്കും ഇഷ്ടപ്പെടുന്നില്ല. ചാനലുകളുടെ ഉന്നത കുലജാതർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അല്ല, ഈ പറയുന്ന ഈ വിമർശനവുമായിട്ട് വന്ന ചാനലുകൾ ഒന്ന് ആലോചിക്കണം. നിങ്ങൾ സ്ക്രീനിൽ എത്ര കറുത്ത തൊലിയുള്ളവരെ കാണിക്കുന്നുണ്ട്. അവരുടെ ചാനലുകളിൽ എത്ര ഹരിജനങ്ങൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, എത്ര പട്ടികജാതി വർഗക്കാരുണ്ട്, ഇതിൻ്റെയൊക്കെ കണക്കെടുക്കട്ടെ. കറുത്ത സ്കിന്നുള്ള ഒരൊറ്റയാളെ ഈ പറയുന്ന ഈ സുരേഷ് ഗോപിക്കെതിരെ ആക്രമണം നടത്തുന്ന ചാനലുകൾ ഒന്ന് കാണിക്കാമോ? അതെ, കാരണം മനസ്സിന്റെ ഉള്ളിൽ മുഴുവൻ ഈ ഉന്നത ജാതിയാണ്, മൊത്തം ജാതിയാണ്. എന്നിട്ടാണ് ഈ സുരേഷ് ഗോപിയെ പിടിക്കാൻ നടക്കുന്നത്. അത് അവരുടെ ഉള്ളിലുള്ള സവർണ ഉന്നതകുല ബോധത്തിനെയാണ് സുരേഷ് ഗോപി കയറി കൊട്ടിയത്. അതെ, അതിന്റെ കുശുമ്പാണ്. ഇത്രയും കൊല്ലം കൊണ്ട് നടന്ന ഇവരുടെ സവർണ ബോധത്തിനിട്ടാണ് സുരേഷ് ഗോപി കൊട്ടിയത്. സുരേഷ് ഗോപി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഗോത്രവർഗങ്ങൾക്ക് പ്രധാന വകുപ്പുകൾ കൊടുക്കുന്നില്ല. അതാ സുരേഷ് ഗോപി ചോദിച്ചിരിക്കുന്നത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.